UAE ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. UAEയിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതവും അതുപോലെ മനോഹരവുമായ രാജ്യങ്ങളിലൊന്നാണ് UAE. എന്നാൽ ഒരു പ്രവാസി എന്ന നിലയിൽ രാജ്യത്തെ നിയമങ്ങളും മര്യാദകളും കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതും പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. നിയമങ്ങൾ വളരെ കർശനമാണ്. അതിനാൽ ചെറിയ കാര്യത്തിന് പോലും ചിലപ്പോൾ പിഴ അടയ്ക്കേണ്ടതായി വരാം. അതിനാൽ പ്രവാസികൾ UAEയിലെ നിയമങ്ങളെക്കുറിച്ചും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ച് അറിയേണ്ടതും നിർബന്ധമാണ്. ഏറ്റവും പ്രധാനം പൊതുമര്യാദയും വസ്ത്രധാരണവുമാണ്. കാരണം UAEയുടെ സംസ്കാരത്തെ ബഹുമാനിച്ചുകൊണ്ട് വേണം വസ്ത്രധാരണം നടത്താൻ. അതിനാൽ പൊതുസ്ഥലങ്ങളിലും മാളുകളിലും സർക്കാർ ഓഫീസുകളിലും വെച്ച് അമിതമായി തുറന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കണം. രണ്ടാമതായി, റോഡ് നിയമങ്ങൾ കർശനമായി പാലിച്ചിരിക്കണം. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക, അമിത വേഗത, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക, മൊബൈലിൽ സംസാരിക്കുക, ഗതാഗത തടസ്സമുണ്ടാക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് തടവ് ഉൾപ്പെടെയുള്ള വലിയ പിഴകൾ നൽകേണ്ടി വരും. ഇനി പിഴ അടയ്ക്കാതിരുന്നാലും UAEയിൽ നിന്നും ചിലപ്പോൾ നാട്ടിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമതായി, രാജ്യത്ത് മദ്യവും മയക്കുമരുന്നും സംബന്ധിച്ച നിയമങ്ങൾ വളരെ കർശനമാണ്. കാരണം എല്ലാ സ്ഥലങ്ങളിലും മദ്യം അനുവദനീയമല്ല. അതിനാൽ അനുവദിച്ച സ്ഥലങ്ങളിൽ മാത്രം പാടുള്ളൂ. മറ്റൊന്ന്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ക്രിമിനൽ കുറ്റമായാണ് കണക്കാക്കുക. കൂടാതെ ഡോക്ടറുടെ കുറിപ്പില്ലാതെ മരുന്നുകൾ നാട്ടിൽ നിന്നും UAEയിലേക്ക് കൊണ്ടുവരുന്നതും ഒഴിവാക്കണം. ഇതിനും കൃത്യമായ നിയമവ്യവസ്ഥയുണ്ട്. നാലാമതായി, സൈബർ നിയമങ്ങളും സ്വകാര്യതയും ലംഘിക്കരുതെന്നതാണ്. UAEയിൽ സൈബർ നിയമങ്ങൾ വളരെ കർശനമാണ്. ഒരാളുടെ അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പാടില്ല. അതായത് ഒരു മാളിൽ പോയി അവിടെയുള്ള ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഫോട്ടോയിൽ ആരും തന്നെ ഉൾപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. കാരണം അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ പകർത്തുന്നതും കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ മറ്റൊരാളെ അപകീർത്തിപ്പെടുത്തുകയോ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതും ഗുരുതരമായ നിയമപ്രശ്നങ്ങൾക്ക് കാരണമാകും. അഞ്ചാമതായി, പൊതുസ്ഥലത്തെ പെരുമാറ്റം എപ്പോഴും മാന്യമായിരിക്കണം. പൊതുസ്ഥലത്ത് വെച്ച് അമിതമായി ദേഷ്യപ്പെടുകയോ മോശം വാക്കുകൾ ഉപയോഗിക്കുകയോ മോശമായ ആംഗ്യങ്ങൾ കാണിക്കുകയോ ചെയ്യുന്നത് പൊതുമര്യാദ ലംഘനമായി കണക്കാക്കുകയും കനത്ത പിഴകൾ നൽകുകയും ചെയ്യും. കൂടാതെ റോഡ് അപകടങ്ങളിൽ പരിക്കേറ്റവരുടെയും മരണപ്പെട്ടവരുടെയും ചിത്രങ്ങളോ വീഡിയോകളോ എടുക്കുകയോ അത് സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുകയോ ചെയ്യുന്നതും കർശന നടപടികൾക്ക് കാരണമാകും. കാരണം ഇത്തരം സംഭവങ്ങൾ മനുഷ്യത്വരഹിതമായി മാത്രമല്ല കഠിനമായ നിയമലംഘനമായാണ് കണക്കാക്കുന്നത്. ഈ കുറ്റത്തിന് കുറഞ്ഞത് 6 മാസം വരെ തടവും 1,50,000 ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴയും ലഭിക്കാൻ സാധ്യതയുണ്ട്. ദുരിതത്തിലായവരെ സഹായിക്കുന്നതിന് പകരം ചിത്രം എടുക്കുന്നതിന് UAE നിയമം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. UAEയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി UAE ജനറൽ അതോറിറ്റി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ് എൻഡോവ്മെന്റ്സ് സകാത്ത് മാർഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചു. ആരോഗ്യകരമായും സുരക്ഷിതമായും തീർത്ഥാടന കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ തീർത്ഥാടകർ ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കണമെന്നും അറിയിച്ചു. ഇത്തവണത്തെ ഹജ്ജ് സീസണിൽ UAEയിൽ നിന്നുള്ള തീർത്ഥാടകർ ചില ആരോഗ്യ മാനദണ്ഡങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതുണ്ട്. അവയവങ്ങളുടെ തകരാറ്, ഡിമെൻഷ്യ, ശ്വാസകോശ ക്ഷയം, പൂർണ്ണ ഗർഭിണി തുടങ്ങിയവർ തീർത്ഥാടനത്തിന് തടസ്സമാകുന്ന രോഗങ്ങളിൽ നിന്ന് മുക്തനാണെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിർബന്ധമായും സമർപ്പിക്കേണ്ടതുണ്ട്. കൂടാതെ മെഡിക്കൽ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ വാക്സിൻ, സീസണൽ ഇൻഫ്ലുവൻസ വാക്സിൻ എന്നിവ തീർത്ഥാടനത്തിന് മുമ്പ് തന്നെ എടുത്തിരിക്കണമെന്നും അറിയിച്ചു. വ്യക്തിഗത സാഹചര്യങ്ങൾ അനുസരിച്ച് COVID-19 ഉൾപ്പെടെയുള്ള മറ്റ് വാക്സിനേഷനുകളും എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അതേസമയം 2025 ഒക്ടോബർ 9 രജിസ്ട്രേഷൻ അവസാനിച്ചപ്പോൾ ഏകദേശം 72,000 അപേക്ഷകളാണ് UAEയിൽ നിന്നും മാത്രം ലഭിച്ചത്. സൗദി അറേബ്യ അനുവദിച്ച പ്രകാരം ഇത്തവണത്തെ സീസണിൽ 6,228 ഔദ്യോഗിക ക്വാട്ടയാണ് അനുവദിച്ചത്. അവസാനം തെരഞ്ഞെടുക്കുന്നവരെ ഫോൺ വഴി ബന്ധപ്പെടുകയും സമയപരിധിക്കുള്ളിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുകയും വേണമെന്നും അധികൃതർ അറിയിച്ചു.